നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം സമ്പൂർണ്ണ വിഷുഫലമാണ് അവതരിപ്പിച്ചു വരുന്നത്. 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷുവർഷക്കാലത്തെയാണ് ഫലത്തെയാണ് പറയുന്നത്. വിഷുഫലം പറയുമ്പോൾ ശൂലഷട്കാദി ഫലങ്ങൾ, ദേവതാഫലം, ഗ്രഹചാരവശാലുള്ള ഫലം ഇങ്ങനെ സംയോജിപ്പിച്ചാണ് പറയുന്നത്. അശ്വതി മുതൽ പൂരം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഉത്ര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നൽകുന്ന എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഉത്ര നക്ഷത്രക്കാരുടെ 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഉത്ര നക്ഷത്രക്കാർക്ക് വിഷുഫലമായി ആദിഷട്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയുമാണ് ഗുണഫലമായി പറയേണ്ടത്. ഉത്ര നക്ഷത്രക്കാർക്ക് ദേവത മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കും എന്ന് വിഷുഫലമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് അതെല്ലാം ഇല്ലാതായി ശമിച്ച് ശാരീരികമായി സ്വസ്ഥത നേടാനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഉത്തര നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല എന്നുകൂടി പറയുകയാണ്. കൂടാതെ ഗ്രഹ അന്തരീക്ഷത്തിലൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലും മറ്റുള്ളിടത്തുമൊക്കെ സ്ത്രീജനങ്ങൾ മൂലം കലഹമുണ്ടാകാൻ ഉത്തര നക്ഷത്രക്കാർക്ക് സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. ബന്ധുജനങ്ങളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെ വിവാഹത്തിലൊക്കെ സംബന്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. വ്യവഹാര കാര്യങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകുന്നതാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ കൈവരിക്കാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയം കൈവരിക്കാൻ ഉത്തര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചിലവൊക്കെ ഉണ്ടാകേണ്ട അവസരങ്ങൾ വന്നേക്കാം. ലോട്ടറി, ഊഹക്കച്ചവടം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള മികച്ച വരുമാനം നേടിയെടുക്കാൻ സാഹചര്യമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ നടക്കുന്നതാണ്. പരുക്ക് മൂലവും രോഗദുരിതങ്ങൾ മൂലവും ഒക്കെ തൊഴിലിൽ നിന്നൊക്കെ വിട്ടുമാറിയവർക്ക് അതൊക്കെ ഒന്ന് ശാന്തമായിട്ട് തൊഴിലിൽ വീണ്ടും ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. അനാവശ്യ ഔഷധ പ്രയോഗം, സ്വയം ചികിത്സ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഔഷധങ്ങളിൽ നിന്നുമൊക്കെ അലർജി ഉണ്ടാകാനുള്ള സാഹചര്യം ഈ വിഷുവർഷത്തിലുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷുവർഷത്തിൽ ഉത്തര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമായി പറയേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.